തിരുവനന്തപുരത്ത് പെട്ടുപോയ ബ്രിട്ടീഷ് നാവികസേനയുടെ ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം F-35B ഹൈഡ്രോളിക് സംവിധാനം ശരിയാക്കി പറത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ F-35ൻ്റെ ചിറകുകൾ അഴിച്ചു മാറ്റിയോ മടക്കിയോ C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകാനാണ് പരിപാടി എന്നറിയുന്നു. കാട്ടാനയെ തളയ്ക്കുന്ന താപ്പാന, കീരിക്ക് പകരം ചെങ്കീരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ വിമാനത്തിനെ കൊണ്ടുപോകാവുന്ന വിമാനം, അത് കൊള്ളാമല്ലോ. എന്നാൽ പിന്നെ നമുക്ക് അത് തന്നെ ചർച്ച ചെയ്താലോ? റെഡിയല്ലേ? നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സൈന്യത്തിന് ഫൈറ്ററുകളും ബോംബറുകളും മാത്രം മതിയോ? പോരാ. യുദ്ധ ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, പീരങ്കികൾ, വലിയ വലിയ ആയുധങ്ങൾ, എന്തിന് വേണ്ടി വന്നാൽ യുദ്ധവിമാനങ്ങൾ വരെ കയറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്ന വലിയ കാർഗോ വിമാനങ്ങളും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ പോർമുഖങ്ങളിൽ കൃത്യമായ സപ്ലൈ ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. 2ാം ലോകമഹായുദ്ധകാലം മുതൽ തന്നെ ഇങ്ങനെ ചരക്ക് വിമാനങ്ങളിൽ വൻതോതിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകത്തിലെ വലിയ വിമാന കമ്പനികളായ അമേരിക്കയിലെ ബോയിങ്, ലോക്ക്ഹീഡ് മാർട്ടിൻ, റഷ്യയിലെ ടുപ്പലോവ്, ഫ്രാൻസിലെ എയർബസ് ഒക്കെ സൈനിക സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ കാർഗോ വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രചാരമുള്ള വിമാനമാണ് ബോയിങ് നിർമ്മിക്കുന്ന C-17 ഗ്ലോബ് മാസ്റ്റർ. ലോക്ക്ഹീഡ് മാർട്ടിൻ്റെ C-141 ഹെർക്കുലീസ് വിമാനങ്ങളായിരുന്നു അമേരിക്കൻ വ്യോമസേനയുടെയും ലോകത്തിലെ പല സൈന്യങ്ങളുടെയും കാർഗോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. 200ഓളം സൈനികരെയും അവർക്കാവശ്യമുള്ള ആയുധങ്ങളും ഭക്ഷണവും ഒക്കെയായി 3500 കിലോമീറ്റർ നിർത്താതെ പറക്കാനുള്ള ശേഷി ഹെർക്കുലീസ് വിമാനങ്ങൾക്കുണ്ടായിരുന്നു. 1978-ൽ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഉഗാണ്ടയിലെ എൻഡബയിൽ ഇറക്കിയ എയർ ഫ്രാൻസിൻ്റെ വിമാനത്തിലെ ബന്ദികളെ മോചിപ്പിക്കാൻ സൈനികരെയും ആയുധങ്ങളെയും വഹിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ഐതിഹാസിക സൈനിക നീക്കത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഹെർക്കുലീസ് വിമാനങ്ങളാണ്. ടെല്ലവീവിൽ നിന്നും 3000-ലധികം കിലോമീറ്റർ അകലെ കിടക്കുന്ന ഉഗാണ്ടയിലേക്കായിരുന്നു ആ ഓപ്പറേഷൻ നടത്തിയത്. അതുപോലെ ഗൾഫ് യുദ്ധമടക്കമുള്ള ധാരാളം പോരാട്ട മുഖങ്ങളിൽ ഹെർക്കുലീസ് വിമാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1980കളുടെ തുടക്കത്തോടെ പറന്ന് തളർന്ന ഹെർക്കുലീസ് വിമാനങ്ങൾക്ക് പകരം മറ്റൊരു വിമാനത്തിന് അമേരിക്കൻ വ്യോമസേന ആവശ്യമുന്നയിച്ചതോടെ ലോക്ക്ഹീഡ് മാർട്ടിൻ, മക്ഡൊണാൾഡ് ഡഗ്ലസ്, ബോയിങ് തുടങ്ങിയ ആകാശ ഭീമന്മാർ മത്സരത്തിനിറങ്ങി. ഒടുവിൽ മക്ഡൊണാൾഡ് ഡഗ്ലസിൻ്റെ ഡിസൈൻ അംഗീകരിക്കപ്പെട്ടു. വികസന ഘട്ടത്തിലും നിർമ്മാണ വേളയിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ധാരാളം ട്രയലുകൾ പരാജയപ്പെട്ടു. സൈന്യത്തിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻസിനനുസരിച്ച് വന്നില്ല. അവസാനം അമേരിക്കൻ വ്യോമസേന ഇത് റിജക്റ്റ് ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവസാനം 1995-ൽ ഈ വിമാനം സർവീസിൽ പ്രവേശിച്ചു. 53 മീറ്ററാണ് വിമാനത്തിൻ്റെ നീളം. ചിറകുകളുടെ നീളം അഥവാ വിങ് സ്പാൻ, അതായത് ചിറകിൻ്റെ 2 അഗ്രങ്ങൾ തമ്മിലുള്ള അകലം 51 മീറ്റർ. 17 മീറ്റർ ഉയരം, അതായത് ഒരു 5 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ്. 1,22,000 കിലോഗ്രാം അഥവാ 122 ടൺ MD വെയ്റ്റുള്ള വിമാനത്തിന് 77,000 കിലോഗ്രാം അഥവാ 77 ടൺ ഭാരം വഹിച്ചുകൊണ്ട് നിർത്താതെ 3500-4000 കിലോമീറ്റർ പറക്കാൻ കഴിയും. വാഹനങ്ങൾ, ടാങ്കുകൾ, ആയുധങ്ങൾ, സൈനികർ, അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു സൈനിക യൂണിറ്റിനെ യുദ്ധഭൂമിയിൽ പാരച്യൂട്ടുകൾ വഴി ഡ്രോപ്പ് ചെയ്യാൻ കഴിയും. പ്രാറ്റ് ആൻഡ് വിറ്റ്നി നിർമ്മിച്ച അതിശക്തമായ 4 എഞ്ചിനുകളാണ് വിമാനത്തിന് ആവശ്യമായ ത്രസ്റ്റ് നൽകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ വമ്പൻ വിമാനത്താവളങ്ങൾ തന്നെ വേണമല്ലോ എന്ന് തോന്നും, ഇല്ലേ? പക്ഷേ വേണ്ട. ഒരു സാധാരണ വിമാനത്താവളത്തിലെ 3500 മീറ്റർ മാത്രം നീളമുള്ള റൺവേയിൽ ഫുൾ ലോഡുമായി ഇവൻ സ്മൂത്തായി പറന്നുയരുകയും പറന്നിറങ്ങുകയും ചെയ്യും. എല്ലാ അർത്ഥത്തിലും ഒരു പറക്കുന്ന പടകുടീരം. 1998-ൽ മക്ഡൊണാൾഡ് ഡഗ്ലസ് ബോയിങ്ങിൽ ലയിച്ചതോടെ ഈ വമ്പൻ വിമാനം
ബോയിങ്ങിന് സ്വന്തമായി. ആകെ 279 C-17 വിമാനങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചരിത്രത്തിൽ ഒരേ ഒരു അപകടമേ ഉണ്ടായിട്ടുള്ളൂ. 2010 അലാസ്കയിലെ ഒരു പരിശീലന പറക്കലിനിടയിൽ വിമാനം തകർന്ന് അതിൻ്റെ അകത്തുണ്ടായിരുന്ന മുഴുവൻ സൈനികരും മരിച്ചു. പക്ഷേ അത് പൈലറ്റിൻ്റെ പിഴവ് കൊണ്ടായിരുന്നു. അമേരിക്കൻ വ്യോമസേനയ്ക്ക് പുറമേ ഈ വിമാനം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ്, ഓസ്ട്രേലിയ, കാനഡ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യക്ക് ഇപ്പോൾ 11 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ 650 ആൾക്കാരെ വരെ ഒരേ സമയം ഈ വിമാനത്തിൽ വഹിക്കാൻ കഴിയും. അങ്ങനെയുള്ള ധാരാളം ഹ്യൂമനിറ്റേറിയൻ മിഷൻസ് ഈ വിമാനം നടത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും അധികം നടത്തിയിട്ടുള്ളത് ഇന്ത്യയാണ്. യമനിൽ യുദ്ധമുഖത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ സാഹസികമായി തിരിച്ചു കൊണ്ടുവന്ന ഓപ്പറേഷൻ റാഹത്ത്, അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ അതേപോലെ തിരിച്ചെത്തിച്ച ഓപ്പറേഷൻ ദേവീശക്തി, ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരിച്ചെത്തിച്ചത്, അതുപോലെ മ്യാൻമറിലും തുർക്കിയിലും ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തിരമായി സഹായം എത്തിച്ചത്, കോവിഡ് കാലത്ത് അനേകം രാജ്യങ്ങൾക്ക് സൗജന്യ വാക്സിൻ എത്തിച്ചു നൽകിയത്, അങ്ങനെ ഏറ്റവും അധികം തവണ ഹ്യൂമനിറ്റേറിയൻ ആവശ്യങ്ങൾക്കായി ഈ വിമാനം ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യൻ വ്യോമസേനയാണ്. നമ്മുടെ സഹായവും വാങ്ങി നമ്മുടെ തന്നെ പിന്നിൽ നിന്ന് കുത്തിയ തുർക്കിയെപ്പോലുള്ള രാജ്യങ്ങളും ഉണ്ട് എന്നത് വേറെ കാര്യം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ വളരെ ദുർഘടമായ ലഡാക്കിലും മറ്റുമൊക്കെയുള്ള ചെറിയ റൺവേകളിൽ ടാങ്കുകളും പീരങ്കികളുമായി തൂവൽ പോലെ പറന്നിറങ്ങുന്ന ഈ വിമാനം നമ്മുടെ വ്യോമസേനയുടെ ഒരു നട്ടെല്ലാണ് എന്ന് തന്നെ പറയാം. എത്ര വിദൂര ദുർഘട ഭൂപ്രകൃതിയിലും മിന്നൽ വേഗത്തിൽ സൈനികരെയും വെടിക്കോപ്പുകളെയും എത്തിക്കാൻ കഴിവുള്ള ഈ വിമാനം ചൈന വളരെ വലിയൊരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. ചൈനീസ് അതിർത്തിയിൽ ഉടനീളം അടുത്ത കാലത്ത് നടക്കുന്ന വൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും നവീകരണവും വിമാനത്താവളങ്ങളുടെ നിർമ്മാണവും എല്ലാം പോലെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളും അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. Y-20 എന്ന വലിയ ഒരു ചരക്ക് വിമാനം അവർക്കുണ്ട്, എങ്കിലും C-17 ഗ്ലോബ് മാസ്റ്റർ പോലെ കഴിവ് തെളിയിച്ചിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ C-17 പോലെ തന്നെ അവരുടെ ഡിസൈൻ പച്ചയ്ക്ക് കോപ്പിയടിച്ചത്. സൊളോവിയേവ് D-30 എന്ന റഷ്യൻ എഞ്ചിനും അമേരിക്കൻ ഡിസൈനും വെച്ചുള്ള ഈ അവിയൽ വിമാനം ചൈനയല്ലാതെ മറ്റൊരു രാജ്യവും ഉപയോഗിക്കുന്നില്ല. അവരുടെ പ്രിയപ്പെട്ട പാകിസ്ഥാന് പോലും ഈ കോപ്പിയടി പ്രോഡക്റ്റ് വേണ്ട. അതായത് C-17ഉം Y-20യും തമ്മിൽ ഒരു താരതമ്യം പോലുമില്ല എന്നർത്ഥം. ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെയും വിമാനങ്ങളുടെയും ഗതി എന്താണ് എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതുമാണല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് ഈ നടുവൊടിഞ്ഞ് കിടക്കുന്ന F-35 വിമാനത്തിൻ്റെ ഭാരം വെറും 14 ടണ്ണാണ്. F-35ൻ്റെ ചിറകുകൾ മടക്കിയോ അഴിച്ചോ കയറ്റിയാൽ 77 ടൺ കൊള്ളാവുന്ന C-17 ഗ്ലോബ് മാസ്റ്ററിൻ്റെ പള്ളയ്ക്ക് അവൻ വെറും ആനവായിലെ അമ്പഴങ്ങ മാത്രമാണ്. എന്തായാലും അതും കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.